നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനൂപ് മോഹനൻ. കോഴിക്കോട് വിലങ്ങാട് വനത്തിൽ 3 പേർ കുടുങ്ങിയതായി സംശയം. കുട്ടിയുടെ കരച്ചിൽ കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. വാളൂക്ക് നാദാപുരം മുടി വനമേഖലയിലാണ് സംഭവം. വനം വകുപ്പ് പരിശോധന ആരംഭിച്ചു. 3 പേര് ഒരു ബുള്ളറ്റിലും ഒരു സ്പ്ലെൻഡറിലും വന്ന് നാദാപുരം മുടിക്ക് പോയേക്കുന്നത്. ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ് ഈ വിവരങ്ങൾ ഇവർ പോയിട്ടുള്ളതെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് ടോർച്ച് അടിച്ച് ഇവിടെ നാട്ടുകാർ കണ്ടാണ് സംഭവങ്ങൾ ക്ലിയർ ആയേക്കുന്നത്. ഇവിടുന്ന് അവരുടെ അടുത്ത് എത്തണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ നടക്കണം. ഏകദേശം നാട്ടുകാരും പിന്നെ ഫയർഫോഴ്സും അടക്കം 12 പേര് ഒരു സെർച്ചിന് വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഫയർഫോഴ്സിന്റെ വണ്ടി, ഫയർ റെസ്ക്യൂവിന്റെ വണ്ടിയൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. വിവരങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ വനമേഖലയുടെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അനീഷ് ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഈ 3 പേരിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ ടോർച്ച് വെളിച്ചം കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ കരുതാമല്ലേ? ഈ തിരച്ചിൽ ഏതുവരെയായി? അനുപ, ഈ വിലങ്ങാട് നാദാപുരം മുടി വനമേഖലയിലാണ് 3 പേർ വനത്തിൽ കുടുങ്ങിയതായി ഇപ്പോൾ സംശയിക്കുന്നത്. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരു കുട്ടിയടക്കം 3 പേർ വനത്തിൽ കുടുങ്ങിയതാണ് വിവരം. രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് പ്രദേശവാസികൾ ഒരാൾ ഈ വിലങ്ങാട് മേഖലയിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ സഹായം അഭ്യർത്ഥിച്ച് സന്ദേശം അയച്ചിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. തുടർന്ന് ഈ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ 2 ബൈക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ വനത്തിൽ കുടുങ്ങിയവരുടെ ആണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഈ നാട്ടുകാർ നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ വനത്തിനുള്ളിൽ നിന്ന് ടോർച്ച് ലൈറ്റിന്റെ ഒരു വെളിച്ചവും കുട്ടിയുടെ ഒരു കരച്ചിലും കേട്ടതായി പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇവരിവിടെ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ വനം വകുപ്പിനെയും വിവരം അറിയിച്ചത്. ഈ വനം വകുപ്പും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വന്യജീവി ശല്യമുള്ള ഒരു മേഖലയായതിനാൽ തന്നെ അതീവ ഒരു ജാഗ്രതയോടെയാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നമുക്ക് അവസാനമായി ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ ലൈറ്റിന്റെ വെളിച്ചം കണ്ട് ഉദ്യോഗസ്ഥര് അവിടെ എത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ വഴി അറിയാതെ ഉൾവനത്തിലേക്ക് പോയെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും ഇവരെ എത്രയും വേഗം സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അനൂപ്, വിമർശനങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ സർക്കാർ തീരുമാനത്തിൽ കൂടിയാലോചനയ്ക്ക് UDF. നികുതി ഇളവ് ചർച്ച ചെയ്ത ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഏറ്റുപിടിച്ച് മറ്റു മന്ത്രിമാരും. VM സുധീറിനെതിരെ ഒളിയമ്പുമായി K ബാബു രംഗത്തെത്തി. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന വിശ്വാസത്തിലാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വീര്യം കുറഞ്ഞ മദ്യവിവാദം കോൺഗ്രസിലും UDF-നുള്ളിലും കലങ്ങിമറിയുകയാണ്. വിഷയം UDF-ൽ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും VM സുധീരൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയെന്ന അമർഷം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. സുധീറിനെതിരെ ഒളിയമ്പുമായി മുൻ എക്സൈസ് മന്ത്രി K ബാബു രംഗത്തെത്തി. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ UDF-ൽ എല്ലാവർക്കും നയമുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെന്റിൽ ഉണ്ടായ സമയത്തും ചിലരെല്ലാം അവരവരുടെ നിലപാടുകളുമായിട്ട് വന്നു. മദ്യനയം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും വിയോജിപ്പെന്നൊരു വാക്ക് താൻ പറഞ്ഞിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി M ലിജു. മദ്യത്തിന്റെ വ്യാപനം കുറച്ചുകൊണ്ടുവരിക എന്നത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ നയം. ഞാനിപ്പം എക്സൈസ് മന്ത്രി എന്നതിനപ്പുറത്ത് UDF-ന്റെ ഒരു നേതാവ് എന്ന നിലയിൽ UDF-ന്റേതായ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവും. UDF-നുള്ളിൽ ആലോചിച്ചിട്ടേ തീരുമാനമുണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ചോദ്യങ്ങളിൽ നിന്ന് തലയൂരാനുള്ള മാർഗമാക്കുകയാണ് മറ്റു മന്ത്രിമാരും. മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം UDF ചർച്ച ചെയ്യും. കോൺഗ്രസിന് മദ്യനയമുണ്ട്. ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജനസമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതേസമയം ധനബിൽ മാറ്റം കൂടാതെ പാസാക്കുന്നതിന് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിനാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നീക്കം. 24 തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഏർപ്പെടുത്തിയ വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ രൂക്ഷമായി വിമർശിച്ച് CPIM. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയെന്നും പ്രാദേശിക ഉൽപാദനത്തിലൂടെ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നിലപാടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതിനിടെ 2017 ബെക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗിന്റെ നിലപാടെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തുവന്നു. വീര്യം കുറഞ്ഞ മദ്യമെന്ന ക്ലാസിഫിക്കേഷൻ ചട്ടഭേദഗതി നടത്തി ഉറപ്പിച്ചത് മുൻ സർക്കാരിന്റെ കാലത്തെന്നായിരുന്നു വിവാദങ്ങൾക്ക് പിന്നാലെയുള്ള മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ ഉയർത്തിയ പ്രതിരോധം.
2021 MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ബെക്കാഡി കമ്പനി നൽകിയ അപേക്ഷയും പിന്നാലെ നടത്തിയ ഫയൽ നീക്കത്തിന്റെ രേഖകളും ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്നാൽ ക്ലാസിഫിക്കേഷൻ നടത്തിയെങ്കിലും നികുതി ഇളവ് നൽകിയിരുന്നില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തിരക്കിട്ട് ഫയൽ നീക്കി ബജറ്റിൽ നികുതി ഇളവ് കൊണ്ടുവന്നത് മുഖ്യമന്ത്രി VD സതീശന്റെ ഇരട്ടത്താപ്പെന്നാണ് CPM വിമർശനം. താൻ മന്ത്രിയായിരുന്നപ്പോൾ നികുതി കുറയ്ക്കണമെന്ന നിലപാടെടുത്തിട്ടില്ലെന്നും കർഷകരെ സഹായിക്കാനാണ് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വളരെ ഫലപ്രദമായി അവർ നഷ്ടപ്പെട്ടു പോകുന്ന വില കുറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ പരിഹാരം കാണാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എക്സൈസ് വകുപ്പും ഒക്കെ തീരുമാനിച്ചു. വിൽക്കുമ്പോഴുണ്ടാകുന്ന നികുതി കുറവിനെ സംബന്ധിച്ച് ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തേയില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ 2018 എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് നിലപാടെടുത്ത കത്ത് വിവരങ്ങളും പുറത്തുവന്നു. വീര്യം കുറഞ്ഞ മദ്യം അപകടമെന്ന എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് നികുതി സെക്രട്ടറി ആശാ തോമസിന് കത്തയച്ചതോടെയാണ് അന്നത്തെ ബെക്കാഡി നീക്കം തടസ്സപ്പെട്ടത്. വീര്യം കുറഞ്ഞ മദ്യം സ്കൂൾ കുട്ടികൾ ശീതളപാനീയം പോലെ ഉപയോഗിക്കുമെന്നും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ഋഷിരാജ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ബെവ്കോ സമ്മതമറിയിക്കുകയും ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റോയ് രാജിവെച്ചു. ഉറ്റ അനുയായി റാംശങ്കർ യാദവ് ഉൾപ്പെടെ 8 പേർ അറസ്റ്റിലായെന്ന് പിന്നാലെയാണ് രാജി. പ്രതികളിൽ നിന്ന് 79 ലക്ഷം രൂപ കണ്ടെത്തി. അയോധ്യയിൽ അപവാദ പ്രചരണം നടക്കുന്നുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരോപിച്ചു. ചമ്പത് റോയ്ക്ക് എതിരെ കേസെടുക്കാത്തതിൽ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വിവാദങ്ങൾക്കിടെ AP കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചു. വിശ്വസ്തൻ ടിന്നു യാദവ് ഉൾപ്പെടെ 8 പേരുടെ അറസ്റ്റിന് പിന്നാലെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനും രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായുടെ രാജി. അറസ്റ്റിലായ 8 പ്രതികളെയും അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പ്രതികളിൽ നിന്ന് 79 ലക്ഷം രൂപ കണ്ടെത്തി. കാണാതായ വെള്ളിക്കട്ടകൾ ഉരുക്കി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതായി SIT വൃത്തങ്ങൾ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 3 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തട്ടിപ്പിൽ തെളിവുള്ളവർ അന്വേഷണ സംഘത്തിന് നൽകണമെന്നും രാഷ്ട്രീയ ആരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. सरकार की जो मंशा है, सरकार ने पहले दिन कहा कि दूध का दूध और पानी का पानी सबके सामने आएगा, लेकिन मैं फिर से अपील करूंगा, राम भक्तों की अग्नि परीक्षा मत लो. राम भक्तों के साथ उनकी आस्था के साथ खिलवाड़ करना बंद करो. ചമ്പത് റായ്ക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. സ്വാധീനമുള്ളവരെ സംരക്ഷിക്കാനാണ് നീക്കം നടത്തുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. രാമക്ഷേത്രം സന്ദർശിച്ച ശേഷമായിരുന്നു ആം ആദ്മി പാർട്ടി കൺവീനറുടെ പ്രതികരണം. भगवान राम का मंदिर बनवाने के नाम पे उनके नाम का गलत इस्तेमाल करके भगवान राम जो मर्यादा पुरुषोत्तम भगवान राम है उनका नाम इस्तेमाल करके ये सत्ता में आए, राम मंदिर को अपनी पैसे की हवस का शिकार बना दिए. ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. CMRL എക്സാലോജിക് ഇടപാടിൽ ED അന്വേഷണം 1ാം പിണറായി സർക്കാരിലേക്കും നീളുന്നുണ്ട്. കരിമണൽ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം. വീണ ടിയെ 3ാമതും ചോദ്യം ചെയ്യാനായി ED ഉടൻ നോട്ടീസ് നൽകും. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണം വീണ ടിയിലേക്ക് മാത്രം ഒതുങ്ങില്ല. വീണയ്ക്ക് CMRL കരാർ നൽകാനുള്ള കാരണം തേടിയാണ് ED അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ആ അന്വേഷണം എത്തി നിൽക്കുക 1ാം പിണറായി സർക്കാരിലും. കരാറിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ED വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ ആദ്യ LDF സർക്കാരിന്റെ കാലത്ത് CMRLന് ഏതെങ്കിലും വഴിവിട്ട സഹായമുണ്ടായോ എന്നും അതിന്റെ പ്രത്യുപകാരമാണോ എക്സാലോജിക്കുമായുള്ള കരാറെന്നും അന്വേഷിക്കും. 2 തവണ ED ചോദ്യം ചെയ്തെങ്കിലും വീണ ടിയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുകളുണ്ട്. CMRLൽ നിന്ന് ലഭിച്ച 2.78 കോടിയുടെ വിനിയോഗത്തിലടക്കം കൃത്യമായ മറുപടികളില്ല. ജൂലൈ 2ാം വാരത്തോടെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് വിവരം. SFIO രേഖകളടങ്ങിയ 26,000 പേജുകൾ ഇഴകീറി പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അധികൃതരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. വിവാദ ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിലേക്ക് ED ഉടൻ കടക്കുമെന്നാണ് വിവരം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ LDF BJP കൗൺസിലർമാർക്കെതിരെ കേസെടുത്ത് പോലീസ്. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. അന്യായമായി സംഘം ചേർന്നതിന് മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടിക്കും കടകംപള്ളി സുരേന്ദ്രനുമെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. വിവാദങ്ങൾക്കിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് UDF. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ LDF സമരം ശക്തമാക്കും.
LDF കൗൺസിലർ സിന്ധു ശശിയുടെ പരാതിയിലാണ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ കേസ്. BJP കൗൺസിലർ ശ്രുതിയുടെ പരാതിയിൽ SP ദീപക്, മുൻ മേയർ ശ്രീകുമാർ, വഞ്ചൂർ ബാബു അടക്കം 5 പേർക്കെതിരെയും കേസെടുത്തു. അന്യായമായി സംഘം ചേർന്നതിന് മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും പോലീസ് കേസെടുത്തു. നഗരസഭയിൽ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ ഗുണ്ടായിസമാണ് നടക്കുന്നതെന്നായിരുന്നു മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. ഇത്രയും ഒരു നാണം കെട്ട ഒരു ഗുണ്ടായിസം കാണിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതെ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലെ റീൽസ് മുഖാന്തരവും ജീവിക്കുന്ന ഒരു കോർപ്പറേഷൻ ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ശിവൻകുട്ടിയുടെ വിമർശനം കോമഡിയായിട്ടാണ് തോന്നിയതെന്നായിരുന്നു മേയറുടെ മറുപടി. അതിനിടെ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനം എന്ന് ആരോപിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് UDF നേതൃത്വം. ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ വലിയ ഒരു ഭരണസ്തംഭനം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്, നഗരത്തിലുണ്ടായിരിക്കുകയാണ്. ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് വലിയ പദ്ധതികൾ വാരിക്കോരി നൽകും, 45 ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ഇടതുപക്ഷം 45 വർഷം ഭരിച്ചതിനേക്കാളും മോശമായിട്ടാണ് ഇന്ന് കോർപ്പറേഷന്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. വിവാദങ്ങൾക്കിടയിൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന R സുഗതനെ കൗൺസിൽ യോഗത്തിന് എത്തിക്കാനുള്ള നീക്കങ്ങളിലാണ് BJP നേതൃത്വം. ജിബിൻ JB 24 തിരുവനന്തപുരം. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകും. രാജ്യാവശ്യം ശക്തമാകുന്നതിനിടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രിയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്രതീക്ഷിതമായ ചില മുഖങ്ങളും മന്ത്രിസഭയിലെത്തിയേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും 2 ദിവസത്തിനിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായത്. പുനഃസംഘടന തിങ്കളാഴ്ചയോടെ ഉണ്ടാകുമെന്നാണ് സൂചന. നീറ്റ് CBSE പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും എപ്സ്റ്റീൻ ഫയൽ വിവാദത്തിൽ ഉൾപ്പെട്ട പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോകുമെന്നാണ് റിപ്പോർട്ട്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിർമ്മല സീതാരാമൻ ധനമന്ത്രി സ്ഥാനമൊഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിർമ്മല സീതാരാമന് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം നൽകിയേക്കുമെന്നാണ് വിവരം. മുൻ RBI ഗവർണറും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശക്തികാന്ത് ദാസ് ധനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. സഖ്യകക്ഷികളിൽ നിന്നും നിതീഷ് കുമാർ, ശ്രീകാന്ത് ഷിൻഡെ, സഞ്ജയ് ദിന പാട്ടീൽ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. അനുരാഗ് താക്കൂർ, അരുൺ ഗോവൽ, രാഘവ് ചദ്ദ, തരുൺ ചുങ്, വിഷ്ണുദത്ത് ശർമ്മ, ജനാർദ്ദൻ സിംഗ് സംഗ്രിവാൾ തുടങ്ങിയ പേരുകളും മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. നിലവിലെ മന്ത്രിസഭയിൽ നിന്നും 6 സഹമന്ത്രിമാർ പുറത്തുപോകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ജോർജ് കുര്യന് പകരം കേരളത്തിൽ നിന്നും 3 പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും അവസാനഘട്ട പട്ടികയിൽ മലയാളികളാരും ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. 24 ഡൽഹി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രചാരണത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണക്കാരായ ധർമ്മേന്ദ്ര പ്രധാനാണ് യഥാർത്ഥ തീവ്രവാദിയെന്ന് അഭിജിത് ഇബ്കെ ആരോപിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ യോഗ്യനല്ലെന്നും അഭിജിത് ഇബ്കെ പറഞ്ഞു. ഞായറാഴ്ച മുതൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് ജന്തർ മന്ദിറിൽ നിരാഹാര സമരം ആരംഭിക്കും. PM ശ്രീയിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. പദ്ധതിയുടെ ഭാഗമായി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമോ എന്ന് UDF വ്യക്തമാക്കണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിവാദം തുടരുമ്പോഴും പദ്ധതിയിൽ നിന്നുള്ള പിന്നോട്ടുപോക്ക് പ്രഖ്യാപിക്കാതെ UDF സർക്കാർ. UDF സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കിയ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോഴും വിവാദം തുടരുന്നു. പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കുപോലും ഇറങ്ങിപ്പോക്കും അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം. പിന്നാലെ വീണ്ടും പദ്ധതിയെക്കുറിച്ചുള്ള UDF നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ അതിന്റെ ഭാഗമായ 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമോ എന്ന് UDF വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രംഗത്തെത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് UDF പ്രഖ്യാപനം നടത്തേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുന്നുണ്ടോ നടപ്പിലാക്കുന്നില്ല കേരളത്തിൽ. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ യാതൊരു ജാള്യതയുമില്ലാതെ പദ്ധതി നടപ്പിലാക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയായി വന്ന ഉടനെ തന്നെ യാതൊരു ജാള്യതയുമില്ലാതെ അത് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുക. ഈ ഒരു ഇരട്ടത്താപ്പാണ്
യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയായിട്ട് ഞങ്ങൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിൽ കുറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതിയുടെ ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീന്റെ പ്രതികരണം. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. മന്ത്രിസഭയെയും മുന്നണിയെയും അറിയിക്കാതെ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണെന്ന് ആരോപിക്കുന്ന UDF സർക്കാർ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകുമെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. വാർത്താമഴയുടെ സമയം അവസാനിക്കുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.